ഒരുപാട് സന്തോഷം കൂട്ടുകാരെ, ഒരുപാട് സന്തോഷം. ഉറക്കത്തിൽ നിന്ന് ഇന്ന് കുട്ടികൾ എണീറ്റ് വന്നത് ചെറിയ കരച്ചിലോട് കൂടിയാണെങ്കിലും മുറ്റത്ത് വിടർന്നു നിൽക്കുന്ന ഈ ഹയാസിന്ത് അല്ലെങ്കിൽ കുളവാഴച്ചെടി പൂത്തത് കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. ആമിന മറിയയും ആലിയ മറുവയും സ്കൂളിൽ പോകുന്ന സമയമായെങ്കിലും ആമിന മറിയക്ക് ഇത് കണ്ടിട്ട് സ്കൂളിൽ പോകാനും തോന്നുന്നില്ല. ഒരു മുത്തമെങ്കിലും കൊടുത്തിട്ട് പോകാം എന്നാണ് പറയുന്നത്. ആലിയ മറുവയ്ക്ക് ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ വല്ല കൃത്രിമവും ചെയ്തു വെച്ചിരിക്കുന്നതാണോ എന്നാണ് ഇതാ പൊക്കി നോക്കി വേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തി സംശയം തീർക്കുകയാണ്. ഞാനിരിക്കണല്ലേ. ഹയാസിന്ത് അല്ലെങ്കിൽ കുളവാഴ ചെടികളുടെ പൂക്കൾക്ക് ഉമ്മം കൊടുക്കുന്ന കുറച്ച് ഫോട്ടോകൾ എടുക്കണം എന്ന് പറഞ്ഞതിനാലാണ് ഞാൻ ഈ ഫോട്ടോകൾ എടുക്കുന്നത്. ശരിയാണ്, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ചെറിയ കുളങ്ങളോ ചെറിയ അക്വേറിയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ 1-2 കുളവാഴച്ചെടി ഇതുപോലെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതുപോലെ ധാരാളമായി പൊട്ടിവിടർന്ന് നിത്യവും നമുക്ക് വളരെ മനോഹരമായ ഭംഗിയുള്ള ഓർക്കിഡ് ചെടിയുടെ ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കൾ പോലെ കുലകുത്തിയുള്ള കുലകൾ നമുക്ക് ധാരാളമായി ഈ കുളവാഴച്ചെടികൾ തന്നുകൊണ്ടേയിരിക്കും. ആമിനയിത്താത്ത ഈ പൂക്കൾക്കിന്ന് 2 മുത്തങ്ങൾ കൊടുത്തില്ലേ, ഞാനും വെക്കട്ടെ 2-3 മുത്തങ്ങൾ എന്നാണ് ആലിയ മർവ വാശി പിടിച്ച് പറയുന്നത്. ഇതിന് പെട്ടെന്ന് വാടിപ്പോയാലോ, ഞാൻ 1-2 മുത്തങ്ങൾ കൂടി കൊടുക്കട്ടെ എന്നാണിതാ കണ്ടില്ലേ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഈ കുളവാഴച്ചെടിയുടെ പൂക്കളെ അതിൽ തേൻ കുടിക്കാൻ വരുന്ന തേനീച്ചകളോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസുകളോ അതിൽ തേൻ കുടിക്കാൻ വന്ന് ഇവയെ ഉപദ്രവിക്കുമോ എന്നാണ് വളരെ കാര്യഗൗരവത്തോടു കൂടി ആലിയ മർവ എന്നോട് ചോദിക്കുന്നത്. ആലിയ മർവയ്ക്ക് അതിന് മറുപടിയായി ഇത്താത്ത ആമിന മറിയം പറയുന്നത്, നീ തന്നെ ഇന്നൊരു ബട്ടർഫ്ലൈ ആയി അത് ഒടിച്ചു കളയാതിരുന്നാൽ മതി എന്നാണ്. എന്തായാലും ഞങ്ങളുടെ ചെറിയ ഗപ്പീസ് അക്വേറിയത്തിൽ വിരിഞ്ഞ ആദ്യത്തെ കുളവാഴച്ചെടിയുടെ പൂക്കുലയാണ് നമ്മളിപ്പോൾ ഇന്ന് ആദ്യമായി വിരിഞ്ഞ് ഇവിടെ കണ്ടത്. എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കാഴ്ച ഇന്ന് കാണാനായത്. അപ്പോൾ നേരിട്ടുള്ള സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ആർക്കെങ്കിലും വീടുകളിൽ ഇതുപോലെ ചെറിയ അക്വേറിയങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കും പ്രത്യേകിച്ച് വലിയ ഉപദ്രവങ്ങളൊന്നുമില്ലാത്ത 1-2 കുളവാഴച്ചെടിയുടെ തൈകൾ കൊണ്ടുവന്നതിൽ ഇട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ ചുരുങ്ങിയ മാസത്തിനുള്ളിൽ മനോഹരമായ കുളവാഴകളുടെ ഒരു വലിയ ശേഖരം തന്നെ നമുക്കതിൽ കാണാൻ കഴിയും. ധാരാളം പൂക്കൾ നൽകുന്ന കുളവാഴ പൂക്കളും നമുക്കതിൽ കണ്ട് ആസ്വദിക്കാനാകും. വീഡിയോ കണ്ടതിന് എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി. സലാം.